യഥാർത്ഥത്തിൽ ദിലീപ് അറസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണ് എന്നുള്ളത്. ഇതാണ് യഥാർത്ഥ സത്യങ്ങൾ. ഇതെനിക്ക് പൊതുസമൂഹത്തിനെയും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ദിലീപ് എന്നെ അറിയിക്കുന്നുണ്ട്. വണ്ടി നിർത്താനോട് പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തി. സുനി ഭാവന തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി. എന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷൻ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങി. ഇത് നിവർത്തിയില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഇനി എന്റെ ജീവനെ എന്ത് സംഭവിച്ചാലും അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നടൻ ലാലിനും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും രമ്യ നമ്പീശനും ഭാവനയ്ക്കും ആയിരിക്കും. നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. തൃശ്ശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. ലാലിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിന്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും പേരുടെ നേതൃത്വത്തിൽ ലാലിന്റെ വീട്ടിൽ നിന്നാണ് എന്നെ XUV വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം, പോരാത്തിന് നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഫോൺ മേഡത്തിന് തന്നെ അനൂപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മാട്ടിന് ആ പറഞ്ഞനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു. എന്റെ ഫോൺ ഞാൻ കൊടുത്തു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് ഗ്ലാസ് എല്ലാം കയറ്റിട്ട് മാട്ടിൻ കുറച്ചു നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടിന്റെ പുറത്തിറങ്ങി നിന്നു. പിന്നെ നടൻ ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആ സമയത്ത് വണ്ടിയിൽ കയറിയ പുള്ളിക്ക് എത്ര എന്റെ ഇടയ്ക്ക് വണ്ടി ഇവർ സംസാരിച്ചു. നടി മഞ്ജു വാര്യരുടെ ബോംബെയിലെ ഫ്ളാറ്റിന്റെ സെയിൽ എന്തായിരുന്നു ചോദിച്ചോട് അവനോട് ചോദിക്കണം. അപ്പൊ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡി ആകണമെന്ന് എന്ന് പറഞ്ഞ് അവർ നിർത്തി. ഇത് പാലാരിയുടെ പൈപ്പ് ലൈനിന്റെ അവിടെ വെച്ച് ഒരാളവിടെ ടവലും കെട്ടി നിൽക്കണ്ടായിരുന്നു. മുഖത്തൊരു ടവലും കെട്ടി വണ്ടി സൈഡാക്കാനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് വണ്ടി അവരെടുത്തു പറഞ്ഞു. ഞാൻ കയറിയ വ്യക്തിയാണ് ഇപ്പൊ പൾസർ സുനി എന്ന് പറഞ്ഞ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ അയാളെ കാണാൻ. നടൻ ലാലിന്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ബന്ധം ഞാൻ അയാളും തമ്മിലില്ല. ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി. ഇത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അനൂപും ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനിയും ഇവരും 3 പേരും വണ്ടി എടുത്തു പോയി. എന്നോട് പറഞ്ഞു പിറകിൽ ഒരു വണ്ടിയുടെ അത് നമ്മുടെ വണ്ടി മാറ്റി അതിൽ കയറി കുറച്ച് റെസ്റ്റ് ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇവർ വണ്ടി എടുത്ത് പോയി. പിറകിലുള്ള വണ്ടിക്കാരെ ഫോൺ അടിച്ചപ്പോൾ ഞാൻ അതിൽ കയറി. ഒരു കാരവാൻ വണ്ടിയായിരുന്നു. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെ സൈഡിൽ ഏറ്റവും അറ്റത്ത് ഭാവന ഇരിക്കണം, അതിന്റെ സൈഡിൽ പൾസർ സുനി ഇരിക്കുന്നത്, അതിന്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ട്. അവർ രണ്ടുപേരും ഇറങ്ങി. ഭാവന എനിക്ക് നേരെ ഇരുന്നു. ഭാവനയുടെ പുറത്ത് കൈയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പൾസർ സുനി ആ സമയത്ത്. ഈ സമയത്തൊക്കെ എന്റെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ ഭാവനയുടെ ഇല്ല. ഞാൻ വണ്ടി എടുത്ത് പാലാരി എടുത്ത് പോണതിന്റെ ഇടയ്ക്ക് അവർ സംസാരിച്ചു. സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം, ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത്. ലാലേട്ടന്റെ അടുത്തും രമ്യ നമ്പീശിന്റെ അടുത്തും മഞ്ജുവിന്റെ അടുത്തും ശ്രീകുമാറിന്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും. പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം, അത്രമാത്രം വാശി എനിക്ക് ഇരിക്കുന്നുണ്ട്. സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം. എല്ലാം കഴിഞ്ഞ അവസാനം കരഞ്ഞവൻ എന്റെ കാല് പിടിച്ചു വരും. ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൾസർ സുനിയോട് പറയണ പോലെ. പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഹായാലും ബഷീറിക്കയും ലാലും എല്ലാവരും ചെയ്തോളും. പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം നാദൃശ്യനെയും ആ പുണ്യനെയും വിളിക്കുമ്പോൾ. ഇത് ഞാൻ എടുത്തു പറയണ്ട. ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകണ്ടായിരുന്നില്ല എന്തിനുള്ള ഇതായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എത്തി കഴിഞ്ഞപ്പോൾ ഭാവന വണ്ടി നിർത്താനോട് പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തി. സുനി ഭാവന തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി. എന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷൻ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങി. പൾസർ സുനി ഇറങ്ങി പോയതിനു ശേഷം എന്നോട് ഭാവന പറഞ്ഞു നേരെ ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി വിടാൻ പറയാണ്. ഞാൻ ഭാവന പറഞ്ഞതനുസരിച്ച് ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. ഫോൺ ഒഴുകി നടിയെന്നോട് പറഞ്ഞു മാർട്ടി ഇപ്പൊ നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട. ഭാവന കണ്ടുപിടി ഭാവന ഓടിച്ചെന്ന് ലാലിനെ കെട്ടിപ്പിടിച്ച് അവര് അങ്ങോട്ട് ചെറുതായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ചെന്നുകൊണ്ട് അവിടെ ശ്രദ്ധിച്ചില്ല. പ്രൊഡ്യൂസർ ആൻഡോ ജോസഫും വേറൊരു 3-4 പേര് അവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമല്ല. കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം. 3-5 മിനിറ്റിന് ശേഷം ലാല് ഫോൺ എടുത്ത് DGP ലോകനാഥ് ബെഹ്റയെ വിളിച്ചിട്ട് സാറേ ആ ഡ്രൈവർ വൈന് ഓടി ഉണ്ടെന്ന് മാത്രം പറയണേ ഞാൻ കേട്ടായിരുന്നു. കുറച്ച് നീങ്ങിന്ന് എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങാണ്ടായിരുന്നു. പുള്ളി അന്ന് വന്നിട്ട് വണ്ടി ഇന്നോവയിലെ വന്നായിരുന്നു, യൂണിഫോം ഒന്നും ഇല്ലാണ്ട് വന്ന് എന്നെ മാറ്റി ചോദിച്ചു എന്താണ് മാറ്റി സംഭവിച്ചത്, എന്താണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതൊന്നും ക്ലിയർ അല്ല മാറ്റിന്റെ ഫോൺ ഓടിയാൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു എന്റെ ഫോൺ അടിയിട്ടില്ല. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അവർ പുള്ളി അത് വിശ്വസിക്കാത്ത രീതിയിൽ മാറ്റിന് വന്നേ മാറ്റിന്റെ ഒരു മൊഴി എടുത്തിട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു. കൊണ്ടുപോയി തൃക്കാക്കര സ്റ്റേഷനാണെന്ന് തോന്നുന്നത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ കൊണ്ടുപോയി രാത്രി സെല്ലൊക്കെ അടച്ചു വിട്ടിട്ട് ഒരു 3 പേര് വന്നായിരുന്നു. അവരെന്നെ റൂമിലേക്ക് മാറ്റി കൊണ്ടുപോയിട്ട് പറഞ്ഞു എനിക്ക് മുഖങ്ങൾ കണ്ടറിയാം, പേരുകൾ അറിയില്ല, യൂണിഫോം ഒന്നും ഉണ്ടായില്ല. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. വന്നിട്ട് എന്നോട് പറഞ്ഞു ഉപദ്രവിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാല് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടല്ലോ, വെറുതെ അവരായിട്ട് മുട്ടാൻ നിൽക്കണ്ട, അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അനുസരിച്ചേക്കാം, അവർ മേളിലൊക്കെ നല്ല പിടിപാടുള്ളവരാ, വെറുതെ ജീവൻ കളയാൻ നിൽക്കണ്ട, എവിടെയായിരുന്നല്ലോ ഒരാൾക്കാരെല്ലായിടത്തും. അതും പറഞ്ഞു ഒരുപാട് ഉപദ്രവിച്ചു. ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അത് കുറെ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ദിലീപ് എന്ന കൊട്ടേഷൻ മാത്രം വന്നേക്കാം. അവിടെ ഒരുപാട് ഉപദ്രവിച്ച ഉദ്യോഗസ്ഥരല്ല, 4 പേര് 3 പേര് ഇടയ്ക്കിടയ്ക്ക് മാറി വന്ന് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ലാലിന് ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ട്. ഒരുപാട് ഇവിടെ ലാലിന്റെ കൂടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത സിനിമാ ഫീൽഡിൽ പോകാറുണ്ടായിരുന്നു. അവിടെ നിന്ന് ലാൽ ക്രിയേഷനിലെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറ് സംസാരിക്കാറുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഡ്രൈവറായിട്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോലി ഇല്ലാത്തപ്പോൾ അതിന്റെ സമയത്ത് ഞാൻ പാർട്ട് ടൈം പഠിക്കാനും ജോലിയായിട്ട് പോകുമായിരുന്നു. അങ്ങനെ പോയി പരിചയം കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിലെ പേഴ്സണൽ ഡ്രൈവറും കാര്യങ്ങളും 4 വർഷത്തോളം നടൻ ലാലിലൂടെ. ആ വിശ്വത്ത് പറയാത്ത രീതിയിൽ കുഴപ്പണ ഇടപാടുകളും ഗോൾഡിന്റെ ബിസിനസ്സുകളും ഒരുപാട് സ്ഥലത്ത് തന്നെ വിട്ടിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ വിശ്വസ്തയോടെ കോടികളുടെ സാധനങ്ങളൊക്കെ ഉണ്ട് വിശ്വസ്തയോടെ ഞാൻ കൊണ്ടുവന്ന് ഏൽപ്പിക്കാറുണ്ട്. അത്രയും വിശ്വാസമായിട്ട് നിന്ന് എന്നെയാണ് ചതിച്ച് ഇത്രയും കൊല്ലം ജയിലിലിട്ടത്. ഗോവയിൽ ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെ ലാൽ ഉൾപ്പെടെ ജീൻ പോൾ ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ചുണ്ടായി എന്ന് പറഞ്ഞു അതിന്റെ മുന്നത്തെ ഒരാഴ്ചകളിൽ.
ഇതിങ്ങനെ റൂമിൽ വെച്ച് എടുത്തേക്കണമെന്നോ എന്നൊരു സംശയമുണ്ട് ആ വീഡിയോകൾ. നടൻ ദിലീപിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണ്. എന്നെ കല്യാണം കഴിക്കണം എന്തോ ഒരു ഇത് നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് കാവ്യനെ കല്യാണം കഴിച്ചെന്ന് പറയുന്നത്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തോ ഉണ്ടായെന്ന് പറയുന്നത്. പിന്നെ മഞ്ജു വാര്യറിന് ഓട്ടോമാറ്റിക്കലി ദിലീപിനോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ദിലീപിനോട് ദേഷ്യമുള്ള വ്യക്തികളെല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ദിലീപ് വീണ് കഴിഞ്ഞ് പഠിച്ചേക്കണമെന്നാണ് ഈ കേസിൽ കണ്ടേക്കണത്.